നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്നെ കാണുന്ന വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജിയിൽ അവർ എന്ത് കാര്യമാണ് ഉപേക്ഷിക്കേണ്ടതെന്നും പുതിയതായിട്ട് എന്തിനെയാണ് അവർ തിരഞ്ഞെടുത്ത് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ മുറുകെ പിടിക്കേണ്ടതെന്നുമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് വന്നിട്ട് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്താ? ഈ കാർഡിൽ നോക്കിയാൽ കാണാം, ഒരു വ്യക്തി അദ്ദേഹം ഇരുന്ന് ഒരു കൊത്തുപണിയിൽ ഏർപ്പെട്ട് ധനമാണ്, ധനത്തിൻ്റെ കാർഡാണ്, ധനം സമ്പാദിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം ഇത് ഒറ്റയ്ക്കാണ്, ഒരു പക്ഷേ അയാളുടെ പാഷനായിരിക്കാം, എന്നിരുന്നാൽ പോലും ഒറ്റയ്ക്കാണ് പ്രവൃത്തി ചെയ്യുന്നത്. ഒറ്റയ്ക്ക് പ്രവൃത്തി ചെയ്യുന്ന അതാണ് ഉപേക്ഷിക്കാൻ പറയുന്നത്. ഈ കാർഡ് നിങ്ങൾ വിചാരിക്കും ഒരു സ്വന്തം പാഷനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒറ്റയ്ക്കിരുന്നുള്ള പ്രവൃത്തി ഉപേക്ഷിക്കുക. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് വന്നിട്ട് എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദ എംപറർ എന്ന് പറഞ്ഞ കാർഡാണ്. ഈ എംപറർ എന്ന് പറയുമ്പോൾ ഈ ഒറ്റയ്ക്കിരിക്കുന്ന വ്യക്തിക്ക് ഒരു എംപറർ ലെവലിലേക്ക് ഉയരാനുള്ള കാലിബറുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോൾ ഒരു ദിവസം 8 അല്ലെങ്കിൽ 10 മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഇതൊരു 5 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതേ ഒരു ദിവസം 40 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ടായിരിക്കും അയാൾക്ക് കിട്ടുക. അത് 10 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ 80 മണിക്കൂറിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തനിയെ ഉള്ളത് മാറ്റി വെച്ചിട്ട് മറ്റ് എംപ്ലോയീസിനെ വെച്ച് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതിലൂടെ ധനസമ്പാദനം കൂട്ടി ഒരു എംപററിനെ പോലെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം അതിനൊരു ഘടന രൂപീകരിക്കേണ്ടി വരും. ആദ്യമായിട്ട് ഒരു സ്ട്രക്ചർ രൂപീകരിച്ച് ആരെക്കൊണ്ട് എന്തെല്ലാം ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാലിബർ ഉണ്ട് ഇദ്ദേഹത്തിന്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്, ഒരു റൂളിംഗ് പവർ ഉണ്ട്, അതോറിറ്റി ഉണ്ട്. അത്തരം കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വരുമാന സാധ്യതയാണ്, ഒരു തൊഴിലിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു എനർജിയും കാർഡുമാണ് വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും റെസനേറ്റ് ചെയ്തുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്നോ എന്തെങ്കിലും ഒന്നൊരു കമൻറ്റും കൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.